ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അതാണ് നമ്മുടെ പ്രോബ്ലം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ സിംപ്ലി സപ്പോർട്ടഡ് ബീം 9 meter long carries a load of 10, 15 and 20 kilonewton at 1.5 meter, 3 meter and 7 meter from the right support respectively. Draw its shear force and bending moment diagram. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ വിത്ത് ലോഡ് ഫിഗർ വരയ്ക്കുക. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ 9 meter ലെങ്ത്തിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒരു ലോഡ് കാണിക്കണം. അപ്പം 9 meter ലെങ്ത്ത് സിംപ്ലി സപ്പോർട്ടഡ് ബീം, അവിടെ ലോഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 10, 15 and 20 kilonewton അറ്റ് 1.5 meter. അപ്പോൾ ആദ്യം 1.5 meter, ഇത് 1.5 meter, അവിടെ 10 kilonewton, 15 kilonewton ആണ് അടുത്തത്, അത് വരുന്നത് 3 meter. അപ്പോൾ ഇവിടെ ഇത് 3 meter ആണെങ്കിൽ 3 meterൽ 15 kilonewton, ഇത് 3 meter and 20 kilonewton at 7 meter from the right support. അപ്പം 7 meter ഇനി എടുക്കണം. അപ്പോൾ ഇതാണ് 7 meter എന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ 20 kilonewton കാണിക്കുക. പി ലെങ്ത്ത് 7 meter. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ഇപ്പം റൈറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസാണിത്, ലെഫ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, അപ്പം അതുകൂടെ കാണിച്ചേക്കാം, അപ്പം കൂടുതൽ ക്ലിയർ ആവും. ലെഫ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇത് 2 meter, ഇവിടെ നിന്ന് ഇവിടം വരെ 7 ആകുമ്പോൾ ഇത് 2 meter ആണ്. ഇനി 15 kilonewton എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ആണ്. അപ്പോൾ ഇത് 6 meter. ഇനി റൈറ്റിൽ നിന്ന് 10 kilonewton എന്ന് പറയുന്നത് 9 - 1.5 എന്ന് പറയുന്നത് 7.5 meter. അപ്പം ഇത് 7.5 meter ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് 7.5 meter. ഓക്കെ, ഇതെല്ലാം കൂടെ കാണിക്കുമ്പോൾ അത് കൺഫ്യൂഷൻ ആവും. അപ്പം ഒന്നെങ്കിൽ റൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് കാണിക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് റിയാക്ഷൻസ് ഫൈൻഡ് ചെയ്യണം. അപ്പം ഇത് എയും ഇത് ബി എന്ന് എടുക്കുക. ഈ പോയിൻ്റ് എ, ഇത് ബി എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് ആർ എ ആർ ബി ആണെന്നിരിക്കട്ടെ. സപ്പോർട്ട്സ് ഇത് ആർ എ, ഇത് ആർ ബി ആണല്ലോ ഇവിടെയുള്ള റിയാക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ ഇനി സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വേർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു 0, അതായത് അപ്വേർഡ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു ഡൗൺവേർഡ് വെർട്ടിക്കൽ ഫോഴ്സസ്, ആ ഇക്വേഷനും പിന്നെ മൊമെൻറ്റ്സ് ഈക്വൽ ടു 0. നെറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കുമല്ലോ എബൌട്ട് ഒരു പോയിൻ്റ്. ഫോർ എക്സാമ്പിൾ എയിൽ നിന്ന് മൊമെൻ്റ് എടുക്കുന്നു, അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, അത് ഈക്വൽ ടു 0. അതാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വേഷൻസ്. അത് യൂസ് ചെയ്താണ് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം വേർട്ടിക്കൽ ഇക്വിലിബ്രിയമാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് മൊമെൻറ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം വേർട്ടിക്കൽ ഇക്വിലിബ്രിയം ആർ എ പ്ലസ് ആർ ബി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്വേർഡ് ഫോഴ്സസ് എന്തൊക്കെയാണ്? ആർ എയും ആർ ബിയും. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു 20 + 15 + 10 ഈക്വൽ ടു 45 kilonewton. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി മൊമെൻറ്റ് എബൌട്ട് എ എടുക്കാൻ പോവാണ്. അതായത് മൊമെൻറ്റ് എബൌട്ട് എ എന്ന് പറയുന്നതാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് എ എന്ന പോയിൻ്റ്,
എ എന്ന പോയിന്റിൽ എബൌട്ട് മൊമെൻറ്റ് എടുക്കാൻ പോവാണ്. അപ്പം ഏതൊക്കെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് വരുന്നത്? എബൌട്ട് എ എടുത്താൽ ഓൺലി ആർ ബി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ബാക്കി എല്ലാ ഫോഴ്സും 20 കിലോ ന്യൂട്ടൺ ക്ലോക്ക് വൈസ്, 15 കിലോ ന്യൂട്ടൺ ക്ലോക്ക് വൈസ്, 10 കിലോ ന്യൂട്ടൺ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പം ടേക്കിംഗ് മൊമെൻറ്റ് എബൌട്ട് എ. ഓക്കെ, അപ്പം ആദ്യം ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആർ ബി ഇൻറ്റു 9. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആർ ബിക്ക് 9 ആണ്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇനിയുള്ളതെല്ലാം ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവും ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇനിയുള്ള മൊമെൻറ്റ്സ് എല്ലാം നെഗറ്റീവാണ്. അപ്പം നെക്സ്റ്റ് മൊമെൻറ്റ് എടുക്കുന്നത് 20 ആണ്. 20 ഇൻറ്റു ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. 20 ഇൻറ്റു 2, ഓക്കെ, മൈനസ് 15 ഇൻറ്റു 6 മൈനസ് 10 ഇൻറ്റു 7.5 ഈക്വൽ ടു 0. അതാണ് സിഗ്മ എം മൊമെൻറ്റ് എബൌട്ട് എ ഈക്വൽ ടു 0. അതാണ് ഇക്വേഷൻ. അതാണ് നമ്മളിപ്പോൾ ഇവിടെ വിത്ത് വാല്യൂസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആർ ബി കിട്ടും. അപ്പോൾ ആർ ബി എന്ന് പറയുന്നത് നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആർ ബി ഈക്വൽ ടു, ഇതൊരു സൈഡിലോട്ട് എടുക്കുന്നു, അപ്പം 205 എന്ന് കിട്ടും. 205/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 22.77 കിലോ ന്യൂട്ടൺ എന്ന വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആർ ബിയുടെ വാല്യൂ 22.77 കിലോ ന്യൂട്ടൺ. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷൻ RA + RBK ഇക്വേഷൻ 1 എന്നാണ് കൊടുക്കണം. അതിലോട്ട് ഈ ആർ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആറയുടെ വാല്യൂ കിട്ടും. അപ്പോൾ RA എന്ന് പറയുന്നത് എന്തായിരിക്കും? RA എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, RA + RB = 45 ആണ്. അപ്പോൾ RA എന്ന് പറയുന്നത് 45 മൈനസ് RB, ദാറ്റ് ഈസ് ഈക്വൽ ടു 45 മൈനസ് 22.77, അത് ഈക്വൽ ടു 22.22, അറൗണ്ട് ദാറ്റ് വരും. അത്രയും കിലോ ന്യൂട്ടൺ. അപ്പോൾ RAയും RBയും നമുക്ക് കിട്ടി. ഇനി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ് വരയ്ക്കേണ്ടത്. ആദ്യം ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുക. അതായത് ആദ്യം ഇതാണ് സീറോ ലൈൻ, ഷിയർ ഫോഴ്സിൻ്റെ സീറോ ലൈൻ. മൈനസ് വാല്യൂസ് എല്ലാം താഴോട്ടും പ്ലസ് വാല്യൂസ് എല്ലാം മേളിലോട്ടുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ, അത് y ആക്സിസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടിൻ്റെ ഒരു ഗ്രാഫാണിത്. അപ്പോൾ ഇതെന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. അത് നമുക്കറിയാം. ഇത് ലെഫ്റ്റ് സപ്പോർട്ട് 0, ഇത് 1 2 3 4 5 6 7 8 9, ഇത്രയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 0 ആണ്. അപ്പോൾ നമ്മൾ RAയുടെ വാല്യൂ അറിയാം. RA എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ലെഫ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. RA ഈക്വൽ ടു എത്രയാണ്? 22.22 എന്ന് കിട്ടി. അത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ RA ഈക്വൽ ടു 22.22, അത് പോസിറ്റീവാണ്. അപ്പം പോസിറ്റീവ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് എന്ന് പറയുന്ന പോസിറ്റീവാണ്. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ അതിൻ്റെ സൈൻ കൺവെൻഷൻ, അതായത് ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെയും സൈൻ കൺവെൻഷൻ പഠിച്ചായിരുന്നു. അപ്പോൾ അത് റെഫർ ചെയ്യുക, ഇതിനു മുമ്പ് ഉള്ള ആ വീഡിയോ, അതായത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ വീഡിയോ റെഫർ ചെയ്യുക. അപ്പം അതിൻ്റെ സൈൻ കൺവെൻഷൻ മനസ്സിലാവും. അപ്പോൾ സൈൻ കൺവെൻഷൻ അനുസരിച്ച് അപ്വേർഡ് ലെഫ്റ്റ് ആണെങ്കിൽ പോസിറ്റീവാണ്. അപ്പം ഇവിടെയും നമുക്ക് ഗ്രാഫ് y ആക്സിസിൽ കാണിക്കാം. അതായത് -10 -20, ഇതുപോലെ ഇവിടെ +10 +20 എന്ന് കൊടുക്കാം. ഓക്കെ,
ഇതൊന്നും എക്സാക്റ്റ് വാല്യൂസ് വേണമെന്നില്ല, നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ഏകദേശം അഡ്ജസ്റ്റ്മെൻറ്റിൽ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് വേണ്ടത്? ഇനി വേണ്ടത് ഫസ്റ്റ് RA = 22.22 നമുക്ക് കിട്ടി. അപ്പം ഗ്രാഫിൽ നോക്കുക, ഈ ഫിഗർ ഇതാണ് ഫിഗർ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. RA 22.22 ആണെന്ന് നമുക്കറിയാം. അപ്പം ഇവിടുന്ന് പോസിറ്റീവ് 22.22 സ്റ്റാർട്ട് ചെയ്ത് 20 kN വരെ ഒരു ഹൊറിസോണ്ടൽ ലൈനായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് 20 kN ഡൗൺവേർഡാണ്, അതിന് നമ്മൾ ഡൗൺവേർഡ് 20 കാണിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോണത്. നോക്കിക്കോളൂ, 22.22 നിന്ന് അപ് ടു 2 വരെ. 2-ലാണല്ലോ 20 kN ഉള്ളത്. അപ്പോൾ 2-ൻ്റെ നേരെ വരെ. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ 20 kN ഡൗൺവേർഡാണെന്നറിയാം. അപ്പം ഈ 22.22 നിന്ന് 20 kN ഡൗൺവേർഡ് ഇവിടെ വരെ. 0-ലെത്തില്ല. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 22.22. അതായത് 22.22 നിന്ന് 20 മൈനസ് ചെയ്ത് ഈ പോയിന്റിലെത്തി. ഇത് 2.22 എന്നുള്ള പോയിൻ്റാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് 20 കഴിഞ്ഞ് അടുത്ത ഫോഴ്സ് വരുന്ന എവിടെയാണ്? 15 kN. അത് ഇവിടുന്ന് 6 മീറ്റർ വരെ കഴിഞ്ഞാണ് 15 kN വരുന്നത്. അപ്പോൾ 20ക്കും 15നും ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും അപ് ടു 15 kN. അത് കഴിഞ്ഞ് 15 ഡൗൺവേർഡാണ്, പിന്നീട് 15 ഡൗൺവേർഡ് പോകും. അപ്പോൾ നോക്കാം, ഇവിടം വരെ നമ്മൾ എത്തി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 6 വരെ, 6 ഇവിടെയാണ്, 6 വരെ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ 6 എത്തി. ഇനി ഇവിടെ എന്താണ് ഇനിയുള്ളത്? 6 എത്തിയപ്പം അവിടെയുള്ളത് 15 kN ആണ്. ആ 15 kN ഡൗൺവേർഡ് വരയ്ക്കുക. 15 kN ഡൗൺവേർഡ് വരയ്ക്കുകയാണ്. അപ്പം ഏകദേശം താഴോട്ട് 15 kN വരയ്ക്കുക. അപ്പം ഇവിടം വരെ ഏകദേശം ഇത് വരും. 10-ന് താഴെ, 0-ന്ന് 10-ൻ്റെ 20-യുടെ ഇടയ്ക്ക് വരും. ഓക്കെ, അത് കഴിഞ്ഞ് 15 കഴിഞ്ഞ് അടുത്തത് വരുന്നത് 10 ഡൗൺവേർഡാണ്. അപ്പോൾ 10 വരെ ഇനി ഹൊറിസോണ്ടലായിട്ട് പോകും. അപ്പം 10 എവിടെയാണ്? 10 വരുന്നത് 6 മീറ്ററിലാണ് 10 വരുന്നത്. 7.5-ലാണ്. അപ്പോൾ 7.5 വരെ ഹൊറിസോണ്ടലായിട്ട് പോകുന്നു. അവിടുന്ന് 10 ഡൗൺവേർഡ് ആണല്ലോ. അപ്പോൾ 10 ഡൗൺവേർഡ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തും. ഇതെന്ന് പറയുന്നത് മൈനസ് RBയുടെ വാല്യൂ ആയിരിക്കണം. ഇനി ഹൊറിസോണ്ടലായിട്ടാണ് പോകുന്നത്. ഇത് മൈനസ് RBയുടെ വാല്യൂ 22.77 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ 10 കുറയ്ക്കുമ്പോൾ ഇവിടെ കറക്റ്റ് -22.77-ലെത്തണം. അത് ഹൊറിസോണ്ടലായിട്ട് ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് -22.77 ആയിരിക്കണം. അപ്പോൾ ഓരോ പോയിൻറ്റ്സ് നമ്മൾ എഴുതാം. ഇതെന്ന് പറയുന്നത് -22.77 ആയിരിക്കും. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 22.22, അത് പ്ലസ് ആണ്. ഇതെന്ന് പറയുന്നത് 22.22 മൈനസ് 20 ആണ്. അപ്പോൾ ഇത് 2.22, അതാണ് ഇവിടം വരെ. ഇതിന് 2.22, ഇവിടുന്ന് -15 ആണ്. അപ്പം ഇത് -12.778 വരും. മൈനസ് ഇത് -10, അഗെയിൻ -10 എന്ന് പറയുമ്പോൾ -22.77, അത് തന്നെയാണ് ഇവിടെ -22.77. അപ്പം ആൻസർ എഴുതുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കാണണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇനി ഇവിടെ RB ആണുള്ളത്. RB 22.77-ലാണ് വന്ന് നിൽക്കുന്നത്, അത് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കാം. ഇനി
ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ബീം വിത്ത് ലോഡ്സ് ഒന്നുകൂടെ വരച്ചിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആറയുടെയും ആർ ബിയുടെയും വാല്യൂസ് അവിടെ കാണിച്ചിട്ടുണ്ട്. 22.22 ആൻഡ് 22.77. അപ്പോൾ ഇവിടെ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിന് ഓരോ സെക്ഷൻസ് നമ്മൾ എക്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം സെക്ഷൻ കൊടുക്കുന്നത് ഇവിടുന്ന് 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 2, ഇത് 6, ഇത് 7.5, ഇത് 9 മീറ്റർ, അങ്ങനെയാണല്ലോ ഡിസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ എക്സ് ബിറ്റ്വീൻ 0 ആൻഡ് 2 മീറ്ററിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സ് എവിടെ കൺസിഡർ ചെയ്യുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക്, 0ക്കും 2നും ഇടയ്ക്ക്. അപ്പം എക്സ് എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള ഡിസ്റ്റൻസാണ്? ലെഫ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസാണ് ആദ്യം എക്സ് എന്നെടുക്കുന്നത്, ലെഫ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞ് എക്സ് നമ്മൾ 20ക്കും 15നും ഇടയ്ക്ക് എടുക്കും. അത് കഴിഞ്ഞ് എക്സ് 15നും 10നും ഇടയ്ക്ക് എടുക്കും. അത് കഴിഞ്ഞ് എക്സ് 10നും ഈ 22.77 എടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ എക്സ് ബിറ്റ്വീൻ 0 ആൻഡ് 2 മീറ്റർ. അപ്പോൾ കൺസിഡർ എക്സ്, ഇതാണ് ക്യാപിറ്റൽ എക്സ് ആണ് സെക്ഷൻ, സ്മോൾ എക്സ് ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് എൻഡ്. ഓക്കെ, കൺസിഡർ ക്യാപിറ്റൽ എക്സ് ബിറ്റ്വീൻ 0 ആൻഡ് 2 മീറ്റർ, അതാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവിടുന്ന് ഈ എക്സിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് എം എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എം എക്സ് എന്ന് പറയുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ് നോക്കുക, എക്സിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം എക്സിൻ്റെ ലെഫ്റ്റിലോട്ട് ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, അത് റിയാക്ഷൻ RA 22.22 ആണ്. അപ്പം ലെഫ്റ്റ് സൈഡ് ഓഫ് എ സെക്ഷൻ അപ്വേർഡ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ പോസിറ്റീവാണ്. അപ്പോൾ RA എന്ന് പറയുന്ന അപ്വേർഡാണ്, അപ്പോൾ അത് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ RA ഇൻറ്റു സ്മോൾ എക്സ്, അതാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ്. RA എന്ന് പറയുന്നത് എത്രയാണ്? 22.22 എക്സ്. ഇതാണ് എം എക്സിൻ്റെ ജനറൽ ഇക്വേഷൻ. ഇനി എക്സ് അറ്റ് 0, അതായത് ഈ പോയിൻറ്റിൽ എ എന്ന പോയിൻറ്റിൽ എക്സ് അറ്റ് 0 എന്ന് പറയുന്നതാണ്, അതാണ് M0. അപ്പോൾ M0 എന്ന് പറയുന്നത് എക്സ് 0 ആകുമ്പോൾ M0 എന്ന് പറയുന്നത് എത്ര കിട്ടും? 0 കിട്ടും, കാരണം ഇത് 22.2 ഇൻറ്റു 0 0 കിട്ടും. ഇനി അടുത്ത പോയിൻ്റ് എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ ഇവിടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് 20ലാണ്, അതായത് എക്സ് അറ്റ് 2 മീറ്റർ ഉള്ളപ്പോൾ ഉള്ള മൊമെൻറ്റ് കാണണം. അറ്റ് എക്സ് ഈക്വൽ ടു 2 മീറ്റർ, അതിന് നമ്മൾ M2 എന്ന് പറയും. നേരത്തെ എക്സ് ഈക്വൽ ടു 0 ആയിരുന്നു, M0 എന്ന് പറയും. M2 എന്ന് പറയുമ്പം എന്ത് കൊടുക്കണം? എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ 22.22 ഇൻറ്റു 2, അപ്പോൾ എത്ര കിട്ടും? 44.44 കിലോ ന്യൂട്ടൺ മീറ്റർ. കിലോ ന്യൂട്ടണാണ് ലോഡ്, ഡിസ്റ്റൻസ് മീറ്ററിൽ, അപ്പോൾ യൂണിറ്റ് കിലോ ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എക്സ് ബിറ്റ്വീൻ 0 ആൻഡ് 2. ഇനി എക്സ് എവിടെ കൺസിഡർ ചെയ്യേണ്ടത്? ബിറ്റ്വീൻ 2നും 6നും ഇടയ്ക്ക്. 2 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, 6 എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ 2 മീറ്ററിനും 6 മീറ്ററിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അവിടെയാണ് ഇനി എക്സ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസാണ് എക്സ്, സ്മോൾ എക്സ്. ഓക്കെ, സോ എക്സ് ബിറ്റ്വീൻ 2 മീറ്റർ ആൻഡ് 6 മീറ്ററിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യണം. എക്സിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സസ് ആണ് നോക്കേണ്ടത്. അപ്പം MX അതാണ് മൊമെൻ്റ് അറ്റ് എക്സ്. ലെഫ്റ്റിൽ 22.22 അപ്വേർഡ് ഉണ്ട്, അത് ക്ലോക്ക് വൈസ് ആണ്, അത് പോസിറ്റീവ് ആണെന്നറിയാം. അത് 22.22 ഇൻറ്റു എക്സ് മൈനസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് 20 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ്. അപ്പോൾ അത് 20 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത് എക്സ്,
ഇത് 2. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണല്ലോ അറിയേണ്ടത്. ഈ എക്സിൽ നിന്ന് ഈ 20 വരെയുള്ള ഡിസ്റ്റൻസാണ് അറിയേണ്ടത് മൊമെൻ്റ് എടുക്കുമ്പോൾ. അപ്പം ഇതത്രയും എക്സ് എന്നാണ് നമ്മളെടുത്തത്. ഇത് 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2 20 ഇൻറ്റു എക്സ് മൈനസ് 2 അതാണ് ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എം എക്സിൻ്റെ. ഇനി നമ്മൾ ഓൾറെഡി ഈ 2 മീറ്ററിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അത് വേണമെങ്കിൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള എല്ലാ വാല്യൂസിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി എം എക്സ് ഓൾറെഡി കിട്ടി. ഇനി M2 കാൽക്കുലേറ്റ് ചെയ്യാം. M2 ഓൾറെഡി 44.44 എന്ന് കിട്ടി. ഇനി വേണമെങ്കിൽ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നോക്കാം. അതായത് 22.22 ഇൻറ്റു എക്സ് 2 മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 2. അപ്പോൾ ഇത് 0 ആയിപ്പോൾ. അപ്പോൾ ഇത് M2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 44.44 എന്ന വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനും മറ്റേ ഇക്വേഷൻ്റെ പോലെ തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് വേണ്ടത് പക്ഷേ എവിടെയാണ്? എക്സ് ഈക്വൽ ടു 6 മീറ്ററിലാണ് വേണ്ടത്. M6 ആണ് വേണ്ടത്. കാരണം M2 ഓൾറെഡി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യും. M6 എന്ന് പറയുന്നത് ഈ പോയിന്റിലെത്തുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ അത് അറിയണമെങ്കിൽ ഈ ഇക്വേഷനിൽ ജനറൽ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു 6 ഇട്ട് കൊടുത്താൽ മതി. 22.22 ഇൻറ്റു 6 മൈനസ് 2 ഇൻറ്റു 6 മൈനസ് 2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ M6 എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 53.33 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് 6ലുള്ള. ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അപ്പം ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം എക്സിലുള്ള ഇക്വേഷൻസാണ്. അപ്പോൾ ഇത് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസാണ് വരുന്നത്. അതായത് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് എക്സിൽ മാത്രമാണുള്ളത്. എക്സ് സ്ക്വയർ ഉണ്ടായിരുന്നെങ്കിൽ പരാബോള വന്നേനെ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഇത് എക്സിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അപ്പോൾ M6 വരെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി വേണ്ട എന്താണ്? ഈ എക്സ് എവിടെ കൺസിഡർ ചെയ്യണം? 15 കിലോ ന്യൂട്ടനും 10 കിലോ ന്യൂട്ടനും ഇടയ്ക്ക്. അതായത് 6 മീറ്ററിന് 7.5 മീറ്ററിനും ഇടയ്ക്കാണ് അടുത്ത എക്സ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം എക്സ് ഈസ് ബിറ്റ്വീൻ ഇവിടെ. ഇപ്പോൾ എക്സിൻ്റെ എക്സ് എന്ന് പറയുന്നത് ലെവൽ ഇവിടെ നിന്ന് ഇവിടം വരെയാണ് ഇപ്പം പുതിയ എക്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. MX ഈക്വൽ ടു എന്താണെന്ന്. എന്നിട്ട് നമ്മൾ ഓരോ പോയിൻറ്റിലെയും വാല്യൂസ് കാണും. ഇപ്പോൾ നമുക്ക് എക്സ് ഇവിടെയാണ് എടുക്കുന്നത്, ക്യാപിറ്റൽ എക്സ്. അപ്പോൾ എക്സ് ബിറ്റ്വീൻ 15 കിലോ ന്യൂട്ടൺ ആൻഡ് 10 കിലോമീറ്റർ. അത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആൻഡ് 7.5 മീറ്ററിലാണ് എക്സ് എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എം എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് മൊമെൻ്റ് അബൌട്ട് എക്സ് കൺസിഡറിങ് ഫോഴ്സസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ക്യാപിറ്റൽ എക്സ്. ഇപ്പോൾ MX എന്ന് പറയുന്നത് നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ഉള്ളത് പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഉള്ളത് നെഗറ്റീവാണ്. ക്ലോക്ക് വൈസ് ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 22.22 ആണ്. അപ്പോൾ 22.22 ഇൻറ്റു എക്സ് മൈനസ് 20 ഇൻറ്റു എന്ത് വരും നോക്കിയേ, ഇവിടുന്ന് ഇവിടം വരെ എക്സ് ആണ്. അപ്പോൾ 20 എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ആണ്. 20 ഇൻറ്റു എക്സ് മൈനസ് 2. ഇനി ഉള്ള ഫോഴ്സ് ഏതാണ്? 15 ആണ്. ഇവിടുന്ന് ഇവിടം വരെ എക്സ് ആണ്, ഇവിടുന്ന് ഇവിടം വരെ 6 ആണ്. അപ്പം മൈനസ് 15 ഇൻറ്റു എക്സ് മൈനസ് 6. ഓക്കെ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ജനറൽ ഇക്വേഷൻ. ഇപ്പോൾ ജനറൽ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് 2ലുള്ള വാല്യൂ 6ലുള്ള വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ തന്നെ കിട്ടും. അത് ഓൾറെഡി കിട്ടിയതായതുകൊണ്ട് നമ്മൾ എക്സ് ഈക്വൽ ടു 7.5 മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് M7.5 എന്ന് പറയുന്നത്. ഇതിൽ 7.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 22.22 ഇൻറ്റു 7.5 മൈനസ് 20 ഇൻറ്റു 7.5 മൈനസ് 2 മൈനസ് 15 ഇൻറ്റു 7.5 മൈനസ് 6. ഓക്കെ, അപ്പോൾ ഇതാണ് വാല്യൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്
നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 34.1667 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന വാല്യൂ കിട്ടും. ഓക്കെ, അതും പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പം നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പോസിറ്റീവ് സൈഡിൽ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മൊമെൻറ്റ് എക്സ് കൂടെ കണ്ടാൽ മതി. അതെവിടെ ആയിരിക്കും എക്സ്? ഇവിടെ ബിറ്റ്വീൻ 10 and 22.7 ഇവിടെയാണ് ഇനി നമ്മൾ ക്യാപിറ്റൽ എക്സ് എടുക്കുന്നത്. അപ്പം സ്മോൾ എക്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഡിസ്റ്റൻസ് ആണ് സ്മോൾ എക്സ്. ഈ ഡിസ്റ്റൻസ് ആണ് സ്മോൾ എക്സ്. അപ്പം നമ്മളിവിടെ എഴുതും എക്സ് ബിറ്റ്വീൻ 7.5 meter and 9 meter. 7.5 meter and 9 meter. ഓക്കെ, എന്നിട്ട് എം എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളത് 22.22 എക്സ് ഇൻറ്റു എക്സ് മൈനസ് 20 കിലോ ന്യൂട്ടൺ ഉണ്ട്. അതും 20 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ എക്സ് മൈനസ് 2 മൈനസ് 15 ഇൻറ്റു എക്സ് മൈനസ് 6 മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 7.5. 10 7.5 ഡിസ്റ്റൻസിലാണ്. അപ്പോൾ എക്സുമായിട്ട് ഈ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ എക്സ് മൈനസ് 7.5. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു 7.5 വരെ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എം എക്സ് കിട്ടി. ഇനി M9 മാത്രം കിട്ടിയാൽ മതി. അതായത് ലാസ്റ്റ് പോയിൻറ്റ് M9 മാത്രം കിട്ടിയാൽ മതി. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് M2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, M6 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, M7.5 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ നേരത്തെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അത് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ആ വാല്യൂസ് കറക്റ്റാണോ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ കറക്റ്റാണോ എന്നറിയാനായിട്ട് നമുക്ക് അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നേരത്തെ കിട്ടിയ അതേ വാല്യൂസ് തന്നെ കിട്ടണം. ഓക്കെ, ഇപ്പം M9 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടും. M9 എന്ന് പറയുന്നത് 22.22 ഇൻറ്റു 9 മൈനസ് 20 ഇൻറ്റു 9 മൈനസ് 2 മൈനസ് 15 ഇൻറ്റു 9 മൈനസ് 6 മൈനസ് 10 ഇൻറ്റു 9 മൈനസ് 7.5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അതായത് 22.77 0. അത് അപ്പോൾ കറക്റ്റാണെന്ന് അർത്ഥം. കാരണം എൻഡ് സപ്പോർട്ട്സിൽ സാധാരണ മൊമെൻറ്റ് 0 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊമെൻറ്റ്സ് അറ്റ് ഈച്ച് പോയിൻ്റ്. ഇനിയാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ഓരോരോ പോയിൻറ്റ്സിലെ വാല്യൂസ് എഴുതാം. M0 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 0. M2 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ലെങ്ത്തിൽ 44.44 കിലോ ന്യൂട്ടൺ മീറ്റർ M2. M6 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 53.33 കിലോ ന്യൂട്ടൺ മീറ്റർ. M7.5 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 34.1667 കിലോ ന്യൂട്ടൺ മീറ്റർ. ആൻഡ് M9 എന്ന് പറയുന്നത് 0. M0 0 ആണെങ്കിൽ M9 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഇതെല്ലാം പോസിറ്റീവ് വാല്യൂസാണ്. 0 പോസിറ്റീവ് വാല്യൂസാണ്. ഇപ്പോൾ എളുപ്പമാണ് വരയ്ക്കാനായിട്ട്. ഓക്കെ, കാൽക്കുലേഷൻ ആയിരുന്നു പാട്. അപ്പം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 53.33. അപ്പോൾ ഒരു 60 വരെ ഒരു ഹൈറ്റിൽ വരച്ചാൽ മതി. ഹൊറിസോണ്ടൽ ലൈൻ, അത് ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടാണ് ഹൊറിസോണ്ടൽ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ലൈൻ താഴോട്ടുള്ളത് മൈനസ് വാല്യൂസാണ്. മൈനസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം വൈ ആക്സിസിലുള്ള എന്താണ്? മൊമെൻ്റാണ്. മൊമെൻറ്റ് ഇൻ കിലോ ന്യൂട്ടൺ മീറ്റർ. എക്സ് ആക്സിസിലുള്ളത് ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് എൻഡ് ഡിസ്റ്റൻസിലുള്ള ഇതാണ് വരുന്നത്.
പിന്നെ നമ്മൾ ഓരോ പോയിൻറ്റ്സ് 9 വരെ മാർക്ക് ചെയ്യണം. 1 2 3 4 5 6 7 8 9 ഇത്രയും മാർക്ക് ചെയ്തു. ഇനി അങ്ങ് വരച്ചാൽ മതി. അതിന് മുമ്പ് y ആക്സിസിൽ എത്രയാണ് മാക്സിമം വരുന്നത്? 53 പോയിൻ്റ്. അപ്പം 10 20 30 40 50 60 വരെ കാണിക്കുക. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാം. ആദ്യം M0 എന്ന് പറയുന്നത് 0 ആണ്. അവിടുന്ന് സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത് 2 വരെ. 2ൻ്റെ M2 എത്രയാണ് വരുന്നത്? M2 എന്ന് പറയുന്നത് 44 പോയിൻറ്റ് ഇതാണ്. അപ്പോൾ ഏകദേശം ഇവിടെ 40യുടെ മേളിലും 50യുടെ ഒക്കെ നടുക്കായിട്ട് കാണിക്കുക. ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് M6 50, അത് 6ന് മേളിൽ വരണം. 53.33. അപ്പോൾ 50യുടെ മേളിൽ 60യുടെ താഴെ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യുക. ഇനി M9 എന്ന് പറയുന്നത് M7.5 34 പോയിൻറ്റ് ആണ്. 7.5 എന്ന് പറയുമ്പോൾ 7നും 8നും ഇടയ്ക്ക്, 30ക്കും 40ക്കും ഇടയ്ക്ക് പോയിൻ്റ് കാണിക്കുക. അവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യുക. ഇനി M9 0. അപ്പോൾ 9ൽ ജോയിൻ ചെയ്യുക. ഇനി ഇവിടെ ഓരോ വാല്യൂസ് കാണിക്കുക. M2 എന്ന് പറയുന്നത് 44.44 കിലോ ന്യൂട്ടൺ മീറ്റർ, 53.33 കിലോ ന്യൂട്ടൺ മീറ്റർ, 34.1667 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇവിടെ 0, ഇവിടെ 0. ഓക്കെ, അപ്പോൾ ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എവിടെയാണ്? M6ലാണ്. അപ്പോൾ അതുകൂടെ വേണേൽ നമുക്ക് എഴുതി വെക്കാം. Mmax ഈക്വൽ ടു 53.33 കിലോ ന്യൂട്ടൺ മീറ്റർ അറ്റ് 6 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം മുതൽ ശ്രദ്ധിച്ച് കാണുക, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും.